അറബിക്കടലിന്റെ റാണി എന്ന് നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിൽ ഇത്രയും കാലം പഠിച്ചു വന്നത് കൊച്ചി എന്നായിരുന്നു. കൊച്ചി തുറമുഖം. ഇനി മുതൽ അറബിക്കടലിന്റെ റാണി വിഴിഞ്ഞം തുറമുഖമാണ്. അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു. വിഴിഞ്ഞത്തെ ഗർഭം ധരിച്ചവർ ആരൊക്കെയെന്ന് വലിയ വിതർക്കങ്ങൾ, അവകാശവാദങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഒക്കെ നടക്കട്ടെ. അത് കുഞ്ഞുഞ്ഞാണ്, അല്ലാതെ പിണറായിയാണ്, അല്ലാതെ മോദിയാണ് എന്ന് പലവിധ അവകാശവാദങ്ങൾ പല വഴിക്ക് നടക്കട്ടെ. നമ്മൾ കാണേണ്ടുന്ന യാഥാർത്ഥ്യം വിഴിഞ്ഞം ഇനി മുതൽ അറബിക്കടലിന്റെ റാണി. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കമ്മീഷനിങ്ങിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം നമ്മൾ കണ്ടു കേട്ടു. അദ്ദേഹം എങ്ങും തൊടാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. മാരിടൈം പോളിസി, മാരിടൈം ഭൂപടത്തിൽ, ലോക കപ്പൽ ഗതാഗത ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്ത ഫുൾ പേജ് പത്രപരസ്യമൊക്കെ നോക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ എന്തോ പ്രത്യേക പദ്ധതിയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചത്. സത്യം ജനങ്ങൾക്കറിയാം. ഇതുവരെ നടന്ന വിഴിഞ്ഞത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായി രാജ്യത്തിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി. ഇതിൽ 2/3 തുകയും ചെലവഴിച്ചത് കേരള സർക്കാരാണ്, പിണറായി സർക്കാരാണെന്നുള്ളത് മാത്രം നമ്മളിവിടെ ഓർക്കുക. അദാനി കുറെ പണം ചെലവഴിച്ചു. അതായത് 6000-ഓളം കോടി രൂപ വിഹിതം, ആദ്യഘട്ടത്തിന്റെ വിഹിതം കേരളത്തിൻ്റെതാണ്. ഏതാണ്ട് 2500 കോടിയോളം രൂപയാണ് അദാനി മുടക്കിയത്. കേന്ദ്രം ആകെ തരുന്നത് ഒരു VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അത് ലോണാക്കി തന്നിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല, അത് കിട്ടാൻ പോണേ ഉള്ളൂ. അവകാശവാദങ്ങൾ അങ്ങനെ പല വഴിക്ക് നടക്കട്ടെ. പക്ഷേ വിഴിഞ്ഞം എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ലോക മാരിടൈം ഭൂപടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് മാറിയിരിക്കുന്നു വിഴിഞ്ഞം. ഇതിനകം തന്നെ ചരക്ക് നീക്കത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് വിഴിഞ്ഞം ഈ സമയത്ത് തന്നെ കമ്മീഷനിങ്ങിന് മുമ്പ് തന്നെ മാറിക്കഴിഞ്ഞതാണ്. വൈകാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരക്ക് ഗതാഗത നീക്കം നടക്കുന്ന തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വിഴിഞ്ഞം ഇനി മുതൽ അറബിക്കടലിന്റെ റാണിയാണ്. കൊച്ചിക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇനി ഇതിന്റെ പേരിൽ മറ്റ് അവകാശവാദങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അനുബന്ധ വികസനങ്ങൾ, ഗ്രോത്ത് കൊറിഡോറും നാവായിക്കുളം വരെ നീളുന്ന റിംഗ് റോഡ്, അതുപോലെ കരമാർഗമുള്ള ഗതാഗതം, റോഡ്, റെയിൽവേ ലൈന്, ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയായി കഴിയുമ്പോൾ 2-ാം ഘട്ടം വിഴിഞ്ഞത്തിന്റെ ആകെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2045 തീരാനായിരുന്നു ആദ്യ കരാർ, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ. ആ കരാറിനെ പരിഷ്കരിച്ച് അഡ്വാൻസ് ചെയ്തിട്ട് 2045 തീരേണ്ടുന്ന തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ കൂടി 2028 തീർക്കുന്ന രൂപത്തിൽ പുതിയ ഒരു അനുബന്ധ കരാർ, സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വിഴിഞ്ഞം ഈ നിലയിൽ എത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആണെന്ന് ഈ അരിയാഹാരം കഴിക്കുന്നവർക്കും സാമാന്യ ബോധമുള്ളവർക്കും അറിയാം. അതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു കല്ലിട്ടാൽ മാത്രം കപ്പലോടുമോ എന്ന് ചോദിച്ചത്. ഒരു കല്ലിട്ടാൽ കപ്പലോടില്ല. കപ്പലോടാൻ പിന്നെയും ഒത്തിരി കല്ലുകൾ ഇടേണ്ടി വരും. ഒത്തിരി കല്ലുകൾ പിന്നീട് ഇട്ടു. അത് എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കോറികളുടെ സമരം, കല്ല് കിട്ടാനില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരെ കല്ലുകൾ എത്തിച്ചിട്ടാണ് വിഴിഞ്ഞത്തെ ബ്രേക്ക് വാട്ടർ പുലിമുട്ടുണ്ടാക്കിയത്. എന്നിട്ട് ഓക്കി കൊടുങ്കാറ്റിൽ അതുവരെ ഉണ്ടാക്കിയ പുലിമുട്ട് ഒലിച്ചു പോയി. വീണ്ടും കല്ല് നിറച്ച് പുലിമുട്ടുണ്ടാക്കേണ്ടി വന്നു. വെള്ളപ്പൊക്കം, പിന്നെ കോവിഡ് വന്നപ്പോൾ പലപ്പോഴും പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് കോവിഡിന്റെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പൊ ഇങ്ങനെ പല പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത് സ്വയമേ അങ്ങ് യാഥാർത്ഥ്യമായ പോലെയാണ് പറയുന്നത്. അതായത് ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഒരു തറക്കല്ലിട്ടത് കൊണ്ട് വിഴിഞ്ഞം സ്വാഭാവികമായിട്ട് അങ്ങ് വളർന്ന് അങ്ങ് തുറമുഖമായത്രേ.
ഇതൊരു പിന്നെ എനിക്ക് തോന്നുന്ന ഇവരൊക്കെ ഒരു സ്വപ്ന ലോകത്താണ്, ഈ പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷവും അല്ല BJPയും ഒക്കെ. ഇപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അവരിപ്പോഴും കാണുന്നത് വിഴിഞ്ഞത്ത് ഒരു കല്ലിട്ടിട്ടേ ഉള്ളൂ, അവിടെ ഒരു തുറമുഖം യാഥാർത്ഥ്യമായിട്ടില്ല, ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്, അവിടെ മദർഷിപ്പുകൾ വരുന്നതൊക്കെ സ്വപ്നത്തിൽ കാണുന്നതാണ്, അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, യാഥാർത്ഥ്യമല്ല. ഒരു പിണറായി വിജയൻ സർക്കാർ അവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, തുറമുഖം തുറന്നു എന്നതും ഒരു സ്വപ്നത്തിൽ പോലെ കാണുകയാണ്. യാഥാർത്ഥ്യമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതൊരു മാനസിക പ്രശ്നമാണ്. ഞങ്ങൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വേദിയിൽ ഉണ്ടാവണമായിരുന്നു. അദ്ദേഹത്തിനും അവിടെ ഒരു കസേര ഒഴിച്ചിട്ടിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കാഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. പ്രതിപക്ഷത്തെ മറ്റുള്ള പലരും വന്നല്ലോ, ശശി തരൂർ ഉൾപ്പെടെ വന്നല്ലോ, MP MLA. പ്രതിപക്ഷ നേതാവിന് അവിടെ ഇരിപ്പിടം ഒരുക്കിയിരുന്നു. അദ്ദേഹം വരാതിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. അതായത് വിഴിഞ്ഞം ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമാകരുതെന്ന് ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിനുണ്ട് എന്ന് പറയുന്നത് എത്ര ദുരന്തമാണ്. VD സതീശനെ കുറിച്ച് പറയുക, അതായത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകരുത് എന്ന് ആഗ്രഹിച്ചു, പിണറായി സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമാകരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോ വന്ന് ഓരോന്ന് പറയുന്നുവോ. അതായത് കുഞ്ഞൂഞ്ഞിൻ്റെതാണ് വിഴിഞ്ഞം, കുഞ്ഞൂഞ്ഞ് വിഴിഞ്ഞം, വിഴിഞ്ഞം കുഞ്ഞൂഞ്ഞ്. നിങ്ങൾ ക്രെഡിറ്റ് എടുത്തുവോ, നിങ്ങളങ്ങനെ പ്രചരിപ്പിച്ചുവോ? പക്ഷെ അതൊന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പര്യാപ്തമാകില്ല. അത് കുഞ്ഞൂഞ്ഞിൻ്റെ വിഴിഞ്ഞമാക്കാൻ നോക്കിയാലും മോദിയുടെ വിഴിഞ്ഞമാക്കാൻ നോക്കിയാലും അതങ്ങനെയൊന്നും ആവില്ല എന്ന് ഈ നാട്ടുകാർക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. വിഴിഞ്ഞം എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് അവകാശവാദങ്ങളും പറഞ്ഞു, നമുക്കൊരു പരാതിയില്ല. ഞങ്ങൾക്ക് ഉള്ള സന്തോഷം വിഴിഞ്ഞം യാഥാർത്ഥ്യമായല്ലോ എന്നുള്ളതാണ്. അതിൽ ആരൊക്കെയാണ് എട്ടുകാലി മമ്മൂഞ്ഞമാരെന്നുള്ളത് ജനങ്ങൾ വിധി എഴുതിക്കുള്ളൂ. ഇതൊക്കെ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് അറിയാം വിഴിഞ്ഞം എന്തുകൊണ്ട് യാഥാർത്ഥ്യമായി എന്നുള്ളത്. പല പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ഒന്നും പറയുന്നില്ല. രണ്ടാം ഘട്ട വികസനത്തിന് അദാനി 10,000 കോടി രൂപ മുടക്കുന്നു, 2, 3, 4 ഘട്ടത്തിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം മുടക്കിയത് കേരള സർക്കാരാണ്, അതും യാഥാർത്ഥ്യമാണ്. കുഞ്ഞുകുഞ്ഞ് ഒരു തറക്കല്ലിട്ടു, അതും യാഥാർത്ഥ്യമാണ്. മോദി വന്നു, രാഷ്ട്രത്തിന് സമർപ്പിച്ചു, അതും യാഥാർത്ഥ്യമാണ്. പക്ഷെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം മറ്റൊന്നുണ്ട്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് വിഴിഞ്ഞം, ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം. അത് യാഥാർത്ഥ്യമായി. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം. അതിനുപോലും കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിനുണ്ടായിപ്പോയത് കേരളത്തിൻ്റെ ദുരന്തമാണെന്ന് പറയേണ്ടി വരും. VD സതീശനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു ഞങ്ങൾ, ലെഫ്റ്റ് റൈറ്റ് വോയിസ്. പക്ഷേ അവിടെ കയറി പലരും ഇരുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്തിനു കയറി എവിടെ ഇരുന്നു? അതൊരു കോമഡി ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. രാജീവ് ചന്ദ്രശേഖരെ ക്ഷണിച്ചത് എങ്ങനെ, എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയക്കാരെ അവിടെ ക്ഷണിച്ചില്ല? അതൊരു കോമഡി ആയിട്ട് എടുക്കുക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചു, ആയിക്കോട്ടെ, അത് അങ്ങനെ പോയിക്കോട്ടെ. അതൊരു കോമഡിയായിട്ട് ജനങ്ങളെ എഴുതി തള്ളി. രാജീവ് ചന്ദ്രശേഖർ അവിടെ പങ്കെടുത്ത കാര്യമൊക്കെ, എന്തുകൊണ്ട് അവിടെ കയറിയിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ VD സതീശൻ അങ്ങനെയല്ല, അവിടെ വരണമായിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇത്രയും വലിയൊരു പദ്ധതിയുടെ കമ്മീഷനിങ്ങിന്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സാന്നിധ്യം, അവിടെ പ്രസംഗിച്ചവരാരാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. ആകെ 3 പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനപ്രകാരം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പിന്നെ തുറമുഖ വകുപ്പ് മന്ത്രിയും മാത്രമല്ല സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു എത്രയോ വിശിഷ്ട അതിഥികൾ ആ ചടങ്ങിലുണ്ടായിരുന്നു, വേദിയിലും വേദിക്ക് താഴെയും സദസ്സിലും. ആ വേദിയിൽ തന്നെ വേറെ ആരും സംസാരിച്ചില്ല. ആകെ 3 പേർ മാത്രമല്ല സംസാരിച്ചു. അതൊരു പ്രോട്ടോക്കോളാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചൊരു പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് എന്നെ അപമാനിച്ചു, എന്നെ വേണ്ട വിധം ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ വന്നില്ല എന്നൊക്കെ പറയാൻ ഒരു പ്രതിപക്ഷ നേതാവ് ഇത്രയും മനസ്സിൽ ചുരുങ്ങിപ്പോയി സങ്കുചിത മനസ്ഥിതിയോട് പെരുമാറുന്നു എന്ന് കാണുമ്പോഴേ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതിലൊരു വിഷമം തോന്നും. നിങ്ങളോട് ദേഷ്യമല്ല തോന്നുക, പ്രതിപക്ഷ നേതാവിനോട് ഒരു സഹതാപം, ഒരു വിഷമം. അയ്യോ, ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ആയിപ്പോയല്ലോ കേരളത്തിന് ഇപ്പോൾ ഉള്ളത്, ഇങ്ങനെ ഒരാളെയാണല്ലോ കേരളത്തിന് കിട്ടിയത്.
പ്രതിപക്ഷ നേതാവ് നാളെ പിന്നെ ഭരണമാറ്റം ഉണ്ടായാൽ മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്. അപ്പൊ ജനങ്ങൾ വിചാരിക്കും ഈ ആളിനെ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ യോ വേണ്ട വേണ്ട, ഒരിക്കലും അതിന് നമ്മൾ അങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വി ഡി സതീഷ് എന്ന പ്രതിപക്ഷ നേതാവ് ദയവായിട്ട് മനസ്സിലാക്കുക. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളത്.